ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയോടെ ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. വരുന്ന വഴി B&Qയിൽ കയറി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ്. കയറുമ്പോൾ നമ്മളൊന്ന് ചുറ്റി നടന്ന് കാണുമല്ലോ. ഇനി എന്താ വാങ്ങിക്കേണ്ടതെന്ന് നോക്കി കണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നടക്കുകയാണ് ഞാനും ബോസ്കോയും. ബോസ്കോൻ്റെ സാധനം വാങ്ങിക്കാൻ പോയി. ഞാൻ ജസ്റ്റ് ഓടി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ എൻഡ് ആയതുകൊണ്ട് മിക്ക ഗാർഡൻ സെൻറ്റേഴ്സിലും ഇയർ ഇൻ സെയിൽ, എൻഡ് ഓഫ് സീസൺ സെയിലുകൾ നടക്കുന്നുണ്ട്. ക്ലിയറൻസിന് വെച്ചിരിക്കുന്ന കുറേ ചെടികളൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് പോയി കുറച്ച് ചെടി വാങ്ങിച്ചതുകൊണ്ട് ഇപ്രാവശ്യം അധികം ഒന്നും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഒരു നെക്സ്റ്റ് സ്പ്രിങ്ങിലോട്ടുള്ളൊരു ചെടിയും കൂടെ വാങ്ങിച്ച്, ബൾബും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വേഗം ഒന്ന് ഫ്രഷായി ആസ് യൂഷ്വൽ താഴെ ചെന്നു. ഒരു ചായ, ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല പൊതുവെ, ബോസ്കോയാണ് ചായയുടെ ആൾ. അപ്പോൾ ചായയും കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. ബോസ്കോ ആ വാങ്ങിച്ച സാധനം, ആ ഡ്രില്ല് ചെയ്യുന്നൊരു സാധനമാണ്, അത് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ബോസ്കോ ഷട്ടിൽ കളിക്കാൻ പോവാണ്. എല്ലാ ദിവസവും ഒന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴേലൊക്കെ പോകും. അങ്ങനെ ഷട്ടിൽ കളിക്കാൻ പോകുന്ന ബോസ്കോ. ഇപ്പോൾ സമയം ഒരു ഓൾമോസ്റ്റ് 7 മണിയുടെ അടുത്തായിട്ടുണ്ടേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ വീണ്ടും കിച്ചണിൽ കയറി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വെച്ച് അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. നെക്സ്റ്റ് മെയിൻ കാര്യം നാളത്തേക്ക് ഫുഡ് ഉണ്ടോയെന്നാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ചോറുണ്ട്, കറികളുണ്ട്. ഇനി നാളെ കുക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ഇന്ന് കുക്കിംഗ് പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. പിന്നെ മെയിൻ ആക്ടിവിറ്റി, എനിക്ക് ഒരു ഈവനിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ജസ്റ്റ് ഈ ഗാർഡനിലൊന്ന് നടക്കുക, ചെടി നനയ്ക്കുക, എന്നൊക്കെ തന്നെ. ഇന്ന് കുറച്ച് ക്ലൗഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. നല്ല ഒരു ഓറഞ്ചിഷ് പിങ്ക് സ്കൈ ഒക്കെ ആയിട്ട് നമ്മുടെ റോസാപ്പൂ, മാന്തൂരിയം, ലാവൻഡർ എല്ലാം നനച്ച് പതുക്കെ അതിൽ കൂടെയൊക്കെ നടന്ന് അങ്ങനെ ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. സോ നൈസ്. അത് കഴിഞ്ഞപ്പോൾ നേരെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഒരു റോസ് ഉണ്ട്, റോസിൻ്റെ ഒരു പ്ലാന്റ്. അതിൻ്റെ പൂ പോയി, ഇപ്പോൾ ഒരു ചെറിയ മുട്ട് വന്നിട്ടുണ്ട്. അത് നനച്ച് അങ്ങനെ പുറത്തെ കാഴ്ചകൾ. യൂഷ്വലി ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും നനയ്ക്കുന്നതാണ്. ഇന്ന് ആരെയും കണ്ടില്ല. പിന്നെ അടുത്ത പരിപാടി, ഇപ്പോൾ താഴെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ മേളിൽ കയറി വന്നു. ഒരു കൊട്ട തുണികളുണ്ട്. ഞങ്ങളുടെയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഇതുവരെ റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഒരു പുറത്ത് പോയിട്ട് വാഷൊക്കെ ചെയ്ത് വന്നിട്ട് എല്ലാം ഇങ്ങനെ മടക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. അങ്ങനെ ഒരു പഴയ മലയാളം മൂവിയൊക്കെ ഇട്ട് കുറച്ച് നേരം തുണിയൊക്കെ മടക്കി അതേ മൂവി പിടിച്ചുകൊണ്ട് താഴെ വന്ന് ഞാൻ രാത്രിയിലെ ഡിന്നർ കഴിക്കുവാണ്. ബോസ്കോ വരാൻ വേണ്ടി ഞങ്ങൾ യൂഷ്വലി ഒരുമിച്ച് കഴിക്കണം. ഇന്ന് ഇച്ചിരി ലേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു. എന്നിട്ടൊരു അവക്കാഡോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ചില്ലടിച്ചിരിക്കുക. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു എന്താണേലും മോസ്കോ വരാൻ ലേറ്റ് ആവില്ല, അപ്പോൾ നാളത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാമെന്ന്.
യൂഷ്വലി ഞാൻ രണ്ടുപേരും ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ പരിപാടികൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മീറ്റ് ഐറ്റംസ് വാങ്ങിച്ചു. അപ്പോൾ അതിലുണ്ടായിരുന്ന പോർക്കും ബ്രിഞ്ചോളാണ് നാളത്തേക്കുള്ള കറി. അപ്പോഴേക്കും ബോസ്കോ ഷട്ടിലൊക്കെ കഴിഞ്ഞ് വന്ന് തളർന്നാൽ വന്നെങ്കിൽ പോലും നേരെ വാഷിംഗ് മെഷീൻ റെഡിയാക്കാനുള്ളൊരു ആവേശത്തിൽ പോയിട്ട് ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. പണിയെടുത്ത് ക്ഷീണിക്കുന്ന ഭർത്താവിന് വേണ്ടി കുറച്ച് നാരങ്ങയുള്ളൂ, ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ അപ്പ് ആൻഡ് റണ്ണിങ്. പിന്നെ ബോസ്കോ നേരെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ വേഗം കുരിശ് വരച്ചു. പിന്നെ മേളിൽ കയറി വന്നൊന്ന് ഫ്രഷായ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും കിടക്കാൻ നേരമായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഈവനിങ്. ഹോപ്പ് യു എൻജോയ്ഡ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.